രാജ്യത്തെ ഇന്ധനക്ഷാമം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുതിയ നിർദ്ദേശം പുറത്തിറക്കി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പല ഹോട്ടലുകളിലും പ്രതിദിനം 2 മുതൽ 5 വരെ ഗ്യാസ് സിലിണ്ടറുകളാണ് ആവശ്യമായത്. എന്നാൽ നിലവിൽ 1-2 ദിവസത്തേക്ക് മാത്രമാണ് പാചകവാതകം സ്റ്റോക്കുള്ളത്. നിയന്ത്രണം കൂടുതൽ കടുത്താൽ ഹോട്ടലുകളോടൊപ്പം ക്യാന്റീനുകളുടെ പ്രവർത്തനവും നിലയ്ക്കുമെന്ന ആശങ്കയും ഉയരുന്നതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഗ്യാസ് ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പം നിലവിൽ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും വരും ദിവസങ്ങളിൽ കുഴപ്പം വരുമെന്ന് തോന്നുന്നു. അടയ്ക്കേണ്ടി വരും ചിലപ്പോൾ. ഫുഡ് സേഫ്റ്റി നിയമം നിലവിൽ വന്നതോടെ വിറകടുപ്പുകൾ ഒഴിവാക്കി പാചകവാതകമാണ് ഹോട്ടലുകളിൽ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ മറ്റു മാർഗങ്ങളിലേക്ക് മാറാനും ഉടൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഗ്യാസ് ക്ഷാമം തുടർന്നാൽ ലഭ്യമായ സിലിണ്ടറുകൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരുമെന്നും അതോടെ ഭക്ഷണവിലയും ഉയരാനിടയുണ്ടെന്നുമാണ് ഹോട്ടൽ മേഖലയിലെ ആശങ്ക. അതേസമയം ഗാർഹികാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് ക്ഷാമം വന്നേക്കുമെന്ന ഭയപ്പാടിൽ ഗ്യാസ് സിലിണ്ടർ വാങ്ങാനായി ഏജൻസികളിൽ ഉപഭോക്താക്കളുടെ നീണ്ട നിരയും കാണപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.